നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാന്യമായി പണിയെടുത്ത് സ്വന്തം കാലിൽ നിൽക്കുന്ന ആളാ മാധവനങ്ങൾ. നമ്മളോ രാഷ്ട്രീയം കളിച്ച് മേലനങ്ങാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവര്. ആ സ്ഥിതിക്ക് നമ്മുടെ തൊഴിലിനേക്കാൾ മാന്യതയില്ലേ മാധവനങ്ങളുടെ തൊഴിലിന്? അതിന് നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ മനോജ് ഏറ്റെടുക്കണം. പിന്നെ കടം വാങ്ങിയ മുഴുവൻ തുകയും ഉടനെ എനിക്ക് തിരിച്ചു തരണം. സ്വന്തം അച്ഛൻ കുറുപ്പിന്റെ അഭിമാനക്കേടോർത്ത് വിഷമിക്കുന്ന ഹരിതമോള് വിചാരിച്ച അത് നടക്കുമല്ലോ അല്ലേ? എന്താ ഹരിതമോളെ, പണം തിരിച്ചു തരുമോ? തരാൻ പറ്റില്ലല്ലേ? എന്നാ പിന്നെ എന്റെ മൂത്ത മോള് വസന്ത നല്ലൊരു തുക അച്ഛന് ചെലവിനായിട്ട് എണ്ണിത്തരണം. നിക്കടി, നീയല്ലേ എനിക്കെതിരെ യൂണിയൻ ഉണ്ടാക്കിയത്. ഇനി ഞാനൊരു അഭിപ്രായം പറയാം. അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പണി തുടരണം. എന്റെ ഭർത്താവ് സ്വന്തം കാലിൽ നിന്ന് പണിയെടുക്കുന്നതിന്റെ സന്തോഷം ആഘോഷിക്കാന് ഞാൻ പാൽപ്പായസം ഉണ്ടാക്കിയത്. അച്ഛനെ അനുകൂലിക്കുന്നവർക്ക് പായസം കുടിക്കാം, അല്ലാത്തവർക്ക് പോകാം. അച്ഛമ്മേ, അതിനകത്തുനിന്ന് ഒന്നും കിടത്തേ. മാധവേട്ട, വസന്തേ, നിനക്ക് പായസം വേണ്ടേ? എനിക്കൊന്നും പായസം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ. നല്ല പായസം, നല്ല പായസം. ഇതാരാ ഉണ്ടാക്കേ? നല്ല പായസമാണല്ലോ. പതുക്കെ കുടിക്കടി. പായസത്തിന് മുമ്പിൽ പാമ്പും തല താഴ്ത്തും അല്ലേ വസന്തേച്ചി? അവിടുന്ന് അമ്മേ, പറയാതിരിക്കാൻ വയ്യ, നല്ല ഉഗ്ഗൻ പായസം. അയ്യോ, ഇത് കുടിക്കാതെ ഇതെങ്കിൽ നഷ്ടമായേനെ. എന്തായാലും മനോജും പ്രകാശും ഒന്നും കുടിച്ചില്ലല്ലോ, അതും കൂടി ഞാൻ ഇങ്ങ് കുടിച്ചേക്കാം. അച്ഛന് മതിയല്ലോ അല്ലേ? ഞാൻ അടുക്കള പോയിരുന്നു കുടിച്ചോളാം. ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ആ ഉളുമ്പൻ സെക്രട്ടറി പോയത്. എന്നിട്ട് അയാൾ പൊടി പോലും കാണാനില്ല. ഇവനെയൊക്കെ സെക്രട്ടറി ആയിട്ട് വച്ചു വാഴിക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഉത്തരവാദിത്വമില്ലാത്ത കഴുത. മോളെ, മോളെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ, കാശിപ്പോ വാങ്ങിത്തരാം. ഇപ്പോഴെങ്കിലും എഴുന്നള്ളിയല്ലോ. എത്ര നേരമായടോ തന്നെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ താൻ മറുപടി പറയേണ്ട പല കോളുകളും എനിക്ക് വന്നു. അതിന് പ്രതികരിക്കാൻ സെക്രട്ടറി ഇല്ലല്ലോ. താൻ ഇതെവിടെ പോയി കിടക്കായിരുന്നു ഇത്രയും നേരം? ക്ഷമിക്കണം സാർ, എന്തിന്? വീട്ടിൽ ചെറിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തന്റെ പെമ്പർനോത്തിയുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടാണോടോ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വരുന്നത്? കാഴമ്പില്ലാത്തൊരു സെക്രട്ടറി.
സംശയിക്കണ്ട സാർ. സാറിന്റെ സ്വന്തം മകളുടെ അമ്മായിപ്പൻ മാധവൻ നായർ ഓട്ടോ ഡ്രൈവർ. നിർത്തണോ? തനിക്ക് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഈ ഒരു ഓട്ടോ മാത്രമേ കിട്ടിയുള്ളൂ. താൻ എന്നെ മനഃപൂർവ്വം അപമാനിക്കാനോ നോക്കിയത്? അല്ല സാർ, ഇവിടെ എത്തിപ്പെടാനുള്ള തിരക്കുകൊണ്ട് ആദ്യം കണ്ട ഓട്ടോയിൽ കയറി. ഡ്രൈവർ ആരാണെന്ന് ഞാൻ നോക്കിയില്ല സാർ, സത്യം. യാത്രക്കാരൻ പറയുന്നിടത്ത് വണ്ടി എത്തിക്കുകയാണ് ഡ്രൈവറുടെ ജോലി. അതെ ഞാനും ചെയ്തുള്ളൂ. അല്ലാതെ സാറിനെ അപമാനിക്കണമെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല. ചിലപ്പോ സാറിന് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം. ചിലക്കാതെ ഇറങ്ങി പോടാ. മക്കളെ പ്രേമരോഗം പഠിപ്പിച്ച് കുടുംബം തുറയ്ക്കാൻ ഇറക്കി വിടുമ്പോ ആലോചിക്കണം. യൂണിഫോം ഇട്ടപ്പോ കൊള്ളാം. കുചേലൻ മാധവൻ നായര്. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ആഹാ, എന്റെ പുന്നാരമ്മൻ ഇവിടെ ഉണ്ടായിരുന്നോ? നീ കൈയഴിച്ച് സഹായിച്ചു കൊണ്ടിരിക്കുന്ന മാധവൻ നായരുടെ വേഷപ്പകർച്ച നീ ഒന്ന് കണ്ടോ? ഭാഷയിലെ രജനീകാന്ത കണ്ടോ? അച്ഛ ഒന്ന് നിർത്ത്. മാന്യമായി പണിയെടുത്ത് സ്വന്തം കാലിൽ നിൽക്കുന്ന ആളാ മാധവനങ്ങൾ. നമ്മളോ രാഷ്ട്രീയം കളിച്ച് മേലനങ്ങാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവര്. ആ സ്ഥിതിക്ക് നമ്മുടെ തൊഴിലിനേക്കാൾ മാന്യതയില്ലേ മാധവനങ്ങളുടെ തൊഴിലിന്? അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഘോരം പ്രസംഗങ്ങൾ നടത്തുന്ന നേതാവ് അങ്ങനെ ഒരു തൊഴിലാളി മുന്നിൽ വന്ന് നിൽക്കുമ്പോ മാനിക്കണ്ട, ചുരുങ്ങിയ പക്ഷം അപമാനിക്കാതിരിക്കെങ്കിലും വേണ്ടേ? വേണ്ട സെക്രട്ടറി അങ്കിളെ? മനോജിന്റെ കാര്യം പോട്ടെ. മാധവനങ്ങൾ വിയർപ്പൊഴൊക്കെ ഉണ്ടാക്കുന്ന അരിയുടെ ചോറ ഹരിത നീ ഇപ്പൊ കഴിക്കുന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.